ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്താണ് കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? ഒരു വീഡിയോ കണ്ട് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്നറിയോ? ഇതാണ് നമ്മളെ മീൻകറി മക്കളെ. കുരുമുളക് ഇട്ട് വാട്ടിയ മീൻകറി. ഇതൊന്നും അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കൂട്ടാനും വേണ്ട. അജാതി രസം. അങ്ങനെ ചെറുള്ളി ഞാൻ കുറച്ച് തൊലിച്ച് മിക്സിയിലേക്ക് ഇട്ട് പച്ചക്കുരുമുളകും ഇട്ട് എന്നിട്ടത് മിക്സിയിൽ നന്നായി കറക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൊണ്ട് ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ചട്ടിയിലേക്ക് അങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. ഇതിലേക്ക് ഇട്ടിട്ടൊക്കെ പാടെ കൂട്ടി അരക്കുകയാണെങ്കിൽ ഒന്നും കൂടി കറിക്കൊരു കൊഴുപ്പ് കിട്ടും, ഒരു കട്ടിയുണ്ടാവും കറിയൊക്കെ. അപ്പം ഞാൻ പൊടികളൊക്കെ ഇതിലേക്ക് പാകത്തെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൊണ്ട് അരച്ചിട്ടെടുത്ത് കണ്ടില്ലേ, നല്ല കട്ടിക്കൊണ്ട് അരച്ചിട്ടെടുത്തിട്ട് പുളിങ്ങ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒഴിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയും മറ്റേ നമ്മളെ വലിയ ജീരകം ഇട്ട് കൊടുക്കട്ടെ. പക്ഷെ വലിയ ജീരകം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ട് പച്ചമുളക് ഇട്ട് തക്കാളി ഇട്ട് എല്ലാം നല്ലൊന്ന് വഴറ്റിക്കൊടുത്തു. നന്നായി ഇളകട്ടെ നന്നായി കണ്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കലോടെ ഇളക്കി പാകത്തിന് ഉപ്പിട്ട് നമ്മൾ അരപ്പും ചേർത്തിൻ്റെ മക്കളെ അത് കണ്ട എന്താണ് കറിയുടെ ഒരു കട്ടിപ്പുണ്ട് കാണുമ്പോൾ. ഇനി പാകത്തെ പുളിവെള്ളം ചേർത്തിട്ട് നമ്മൾക്ക് പുളിയും ഇതിൻ്റെ കറിയുടെ കട്ടിയും ഒക്കെ എത്രയൊക്കെ വേണ്ടിച്ചൊക്കെ ആക്കിയിട്ട് ഒന്നങ്ങോട്ട് തിളച്ചിട്ട് നമ്മളെ ചാളക്കുട്ടൻ പാലയിൽ കണ്ടിട്ട് കൊടുക്കുക. ചിലർ ചാള പറയും, മത്തി പറയും, ഞങ്ങളുടെ മത്തിയാണ്. പലർക്ക് പല പേരുകളല്ല, പല സ്ഥലത്ത് പല മീനിനൊക്കെ. തിളയോടെ തിള. ഇതാണ് മക്കളെ നമ്മളെ കറിയിട്ട അതിന് അഭിപ്രായം പറയേ.